എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10ാം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിതശാസ്ത്രത്തിൻ്റെ അക്ഷരക്കൈരളിയിൽ വന്ന മാതൃകാ ചോദ്യപേപ്പറിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാം 13 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകി. ഇന്ന് നമുക്ക് 14ാമത്തെ ചോദ്യം മുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 14ാമത്തെ ചോദ്യം, കോണുകൾ 55 ഡിഗ്രി, 60 ഡിഗ്രി, 65 ഡിഗ്രി വീതവും മൂലകൾ 5 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തത്തിലും ആയ ത്രികോണം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചിത്രം കാണാം. ഈ ചിത്രമാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നാം ചെയ്യേണ്ടത് ചോദ്യത്തിൽ തന്നിട്ടുള്ള കോണളവുകളായ 55 ഡിഗ്രി, 60 ഡിഗ്രി, 65 ഡിഗ്രി ഇതിൻ്റെ ഇരട്ടിയായി കേന്ദ്രകോണം എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നാം ചെയ്യേണ്ടത് ഒരു വൃത്തം വരയ്ക്കുക. ചോദ്യത്തിൽ പറഞ്ഞ 5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ച ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആരം വരയ്ക്കുക. ആരം വരച്ച ശേഷം ഈ 110 ഡിഗ്രി, 120 ഡിഗ്രി, 130 ഡിഗ്രി എന്നീ കോണളവുകൾ കൃത്യമായി പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ലഭ്യമായ ഈ 3 വരകളെ പരസ്പരം യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ചിത്രം ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കിണറിൻ്റെ ആഴം 30 മീറ്ററും വ്യാസം 4 മീറ്ററും ആകുന്നു. ഇതിൽ പകുതി വെള്ളമുണ്ടെങ്കിൽ എത്ര ലിറ്റർ വെള്ളം കിണറിലുണ്ട്? 1000 ലിറ്ററിന് 4 ഗ്രാം എന്ന കണക്കിൽ ഇതിലെ വെള്ളം ശുദ്ധീകരിക്കാൻ എത്ര കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ വേണം? അപ്പോൾ ഇവിടെ നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞ കിണറിൻ്റെ ആഴം, അതായത് എച്ച് സമം നമുക്ക് 30 മീറ്റർ എന്നെടുക്കാം. വ്യാസം 4 മീറ്റർ. അപ്പോൾ കിണറിൽ പകുതി വെള്ളമാണുള്ളത്. അപ്പോൾ നമുക്ക് വ്യാപ്തമാണ് കാണേണ്ടത്. ആകെ എത്ര ലിറ്റർ വെള്ളമുണ്ട് എന്നറിയാൻ അതിന് വ്യാപ്തമാണ് കാണേണ്ടത്. അപ്പോൾ വ്യാപ്തം കാണാൻ എച്ച് വേണം. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് വെള്ളമുള്ളത് 30 മീറ്ററിൻ്റെ പകുതി, അതായത് 15 മീറ്റർ. ഇവിടെ വ്യാസം തന്നിട്ടുണ്ട് 4 മീറ്റർ. അപ്പോൾ നമുക്ക് ആരം അതിൻ്റെ പകുതി എടുത്ത് 2 മീറ്റർ എന്നെടുക്കാം. അപ്പോൾ ഇനി വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സമവാക്യം πr²h എന്നുള്ളതാണ്. അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ 3.14, ആർ എന്നുള്ളത് 2, അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആകുമ്പോൾ 2 സ്ക്വയർ ഗുണിക്കണം എച്ച് എന്നാണ്. എച്ച് എന്ന് പറഞ്ഞാൽ 15. ഇനി നമുക്ക് ഇതെല്ലാം ഗുണിച്ച് നോക്കിയാൽ നമുക്ക് 188.4 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ 1 മീറ്റർ ക്യൂബ് വെള്ളം എന്ന് പറയുന്നത് 1000 ലിറ്ററാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എത്ര ലിറ്റർ വെള്ളമുണ്ടെന്ന് പറയുമ്പോൾ 188.4നെ 1000 കൊണ്ട് നമുക്ക് ഗുണിച്ചാൽ മതി. ഇനി ഇവിടെ ചോദ്യം നോക്കാം. നമുക്ക് ബ്ലീച്ചിങ് പൗഡർ എത്ര വേണം എന്നുള്ളതാണ്. അപ്പോൾ 1000 ലിറ്ററിന് 4 ഗ്രാം വേണം. അപ്പോൾ മുകളിലുള്ള 1000 എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് 188.4, ഇതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 753.6 ഗ്രാം എന്ന് കിട്ടും. ഇതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റിയാൽ, അതായത് 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഏകദേശം 7.5 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡർ വേണം ഈ കിണർ ശുദ്ധീകരിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 16ാമത്തെ ചോദ്യം നോക്കാം. നമുക്കിവിടെ ഒരു ചിത്രം കാണാം. ഈ ചിത്രത്തിൽ ABC, ABD എന്നിവ 2 മട്ടത്രികോണങ്ങളാണ്. കോൺ BAC 45 ഡിഗ്രിയും കോൺ ABD 60 ഡിഗ്രിയും AB സമം 10 സെൻറ്റിമീറ്ററുമാണ്. ഇനി ചോദ്യം ഉള്ളത് BC, AC, AD, BD ഇവയുടെ നീളങ്ങൾ കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 45, 45, 90 എന്ന മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1:1:√2. അതനുസരിച്ച് ഇവിടെ നോക്കൂ, ABയുടെ നീളം 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് BCയുടെ നീളവും എത്ര തന്നെയായിരിക്കും? 10 ആയിരിക്കും. ഇനി ACയുടെ നീളം 10√2, അതായത് 1:1:1√2. അപ്പോൾ നമുക്ക് 10, 10, 10√2 എന്ന് കിട്ടും. ഇനി അടുത്ത മട്ടത്രികോണം നോക്കൂ, 30, 60, 90 എന്നാണ്. ഇങ്ങനെയുള്ള മട്ടത്രികോണത്തിൻ്റെ അംശബന്ധം ഞാൻ ഈ പേപ്പറിൽ എഴുതി കാണാം. 30, 60, 90 ആകുമ്പോൾ അതിൻ്റെ വശങ്ങളുടെ അംശബന്ധം 1:√3:2 ആണ്. അപ്പോൾ 2 ആയാൽ 2:2√3:4 എന്ന് കിട്ടും. 3 ആകുമ്പോൾ 3√3 6 എന്ന് കിട്ടും. 10 ആകുമ്പം 10√3 20 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്
ADയുടെ നീളമാണ്. ADയുടെ നീളം അപ്പോൾ 10√3. ഇനി BDയുടെ നീളം 20, അതായത് 10ൻ്റെ ഇരട്ടിയാണ് 20. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിൽ 2 ചോദ്യങ്ങളാണുള്ളത്, എയുണ്ട് ബിയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. X അക്ഷവും Y അക്ഷവും വരച്ച് 1, 2, 4, 6 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ക്വസ്റ്റ്യൻ ബി നോക്കാം. 1, 2, 4, 6 എന്നീ ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വരയുടെ ചെരിവ് കണക്കാക്കുക. അപ്പോൾ ഇവിടെ നോക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ആദ്യം നാം ചെയ്യേണ്ടത് ഇങ്ങനെ X അക്ഷവും Y അക്ഷവും വരച്ച് അതിൽ X അക്ഷത്തിലെ 1 എന്നുള്ളതും Y അക്ഷത്തിലെ 2ഉം കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് 1, 2. അതുപോലെ X അക്ഷത്തിലെ 4ഉം Y അക്ഷത്തിലെ 6ഉം ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് 4, 6. ഇത് കൃത്യമായി ചിത്രത്തിൽ കാണാം. ഇനി നമുക്ക് 1, 2, 4, 6 എന്നീ ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വരയുടെ ചെരിവ് കണക്കാക്കണം. അപ്പോൾ ചെരിവ് കണക്കാക്കാനുള്ള സമവാക്യം എന്ന് പറയുന്നത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്നാണ്. അപ്പോൾ ചിത്രത്തിലെ y2 എന്ന് പറയുന്നത് 6, y1 എന്ന് പറയുന്നത് 2, x2 എന്ന് പറയുന്നത് 4, x1 എന്ന് പറയുന്നത് 1. അപ്പോൾ 6ൽ നിന്ന് 2 കുറച്ചാൽ 4 എന്ന് കിട്ടും, 4ൽ നിന്ന് 1 കുറച്ചാൽ 3 എന്നും കിട്ടും. അപ്പോൾ ഇവിടെ വരയുടെ ചെരിവെന്ന് പറയുന്നത് 4/3. ഇനി 18ാമത്തെ ചോദ്യം നോക്കാം. ഒരു സഞ്ചിയിൽ ഒരേ വലിപ്പമുള്ള 4 ചുവപ്പും 6 പച്ചയും പന്തുകളുണ്ട്. മറ്റൊരു സഞ്ചിയിൽ അതേ വലിപ്പമുള്ള 5 ചുവപ്പും 4 പച്ചയും പന്തുകളുണ്ട്. ക്വസ്റ്റ്യൻ എ, ആദ്യത്തെ സഞ്ചിയിൽ നിന്നും ഒരു പന്ത് എടുത്താൽ അത് ചുവന്നത് ആകാനുള്ള സാധ്യത എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ബി, രണ്ടാമത്തെ സഞ്ചിയിൽ നിന്നും ഒരു പന്ത് എടുത്താൽ അത് ചുവന്നത് ആകാനുള്ള സാധ്യത എന്തായിരിക്കും? ക്വസ്റ്റ്യൻ സി, 2 സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നൊരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്തായിരിക്കും? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരു സഞ്ചിയുടെ രൂപത്തിൽ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അതിൽ 4 ചുവപ്പ് പന്തുകളും 6 പച്ച പന്തുകളുണ്ട്, ആകെ 10 പന്തുകൾ. അടുത്ത സഞ്ചിയിലുള്ളത് 5 ചുവപ്പ് പന്തുകളും 4 പച്ച പന്തുകളും, ആകെയുള്ളത് 9. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ സഞ്ചിയിൽ നിന്ന് ചുവപ്പാകാനുള്ള സാധ്യത എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ 4 എന്ന് കൊടുക്കുന്നു. 4 ചുവപ്പ് പന്തുകളുള്ളത്, അപ്പോൾ 4 എന്ന് കൊടുക്കുന്നു. ഹരിക്കണം ആകെ പന്തുകളുടെ എണ്ണം 10 എന്ന് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ സഞ്ചിയിൽ എത്ര ചുവന്ന പന്തുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ സാധ്യതയാണ്. അപ്പോൾ അവിടെ നമ്മൾ ആകെ എത്ര ചുവപ്പ് പന്തുണ്ട് എന്ന് നോക്കാം. അത് 5 ആണ്. ആകെ പന്തുകളുടെ എണ്ണം താഴെ കൊടുക്കുക, അത് 9. അപ്പോൾ ഇവിടുത്തെ സാധ്യത 5/9. ഇനി 2 സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലേക്ക് മാറ്റുമ്പോൾ ആകെ ഉള്ള പന്തുകൾ എത്ര ഉണ്ട് എന്ന് നോക്കാം. 10 + 9. ആകെ എത്ര ചുവന്ന പന്തുകളുണ്ട് നോക്കാം. 4, 5, 9. അപ്പോൾ ഇവിടെയുള്ള സാധ്യത എന്ന് പറയുന്നത് 9/19. ഇനി നമുക്ക് 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു സമചതുര സ്തൂപികയുടെ പാദവക്കിൻ്റെ നീളം 18 സെൻറ്റിമീറ്ററും ചെരിവ് ഉയരം 15 സെൻറ്റിമീറ്ററുമാണ്. ക്വസ്റ്റ്യൻ എ, സ്തൂപികയുടെ ഉയരം കാണുക. ക്വസ്റ്റ്യൻ ബി, സ്തൂപികയുടെ വ്യാപ്തം എന്ത്? അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ രീതിക്കനുസരിച്ച് നമുക്ക് പാദവക്കിനെ നമുക്ക് എ എന്ന് പറയാം. അത് 18 സെൻറ്റിമീറ്ററാണ്. ചെരിവ് ഉയരം അഥവാ എൽ = 15 സെൻറ്റിമീറ്റർ. ഇവിടെ ഉയരമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഉയരം കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പാദവക്കിൻ്റെ പകുതിയും ചെരിവ് ഉയരവും അതുപോലെ തന്നെ ഉയരവും കൂടിക്കൊണ്ട് നമുക്ക് ഒരു മട്ട ത്രികോണം കിട്ടുന്നു. ഈ മട്ട ത്രികോണത്തിലെ ലംബവശമാണ് ഉയരം എന്നുള്ളത്. അപ്പോൾ ഉയരം കണ്ടുപിടിക്കാനുള്ള സമവാക്യം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കർണത്തിൻ്റെ സ്ഥാനത്ത് L² എന്നാണ് വരിക. അപ്പോൾ നമുക്ക് സമവാക്യം √L² - a/2 2. അപ്പോൾ ഇവിടെ L എന്ന് പറയുമ്പോൾ 15 ആണ്. അപ്പോൾ 15² മൈനസ് a/2, അതായത് എയുടെ പകുതി. എ എന്നുള്ളത് 18 ആണ്. 18ൻ്റെ പകുതി 9. അപ്പോൾ 9². 15ൻ്റെ സ്ക്വയർ 225, 9ൻ്റെ സ്ക്വയർ 81. അപ്പോൾ 225ൽ നിന്ന് 81 കുറച്ചാൽ നമുക്ക് 144 എന്ന് കിട്ടും. 144 √12 എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സമവാക്യം സ്തൂപികയായതുകൊണ്ട് 1/3 a²h എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 1/3 ഗുണിക്കണം. എ എന്നുള്ളത് 18 ആണ്. അപ്പോൾ 18² ഇൻറ്റു h എന്നുള്ളത് 12 ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് 1/3 3ഉം അതുപോലെ തന്നെ 12ഉം ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് 3 12ൽ 4 പ്രാവശ്യം,
അത് ഞാനിവിടെ വെട്ടി എഴുതിയിട്ടുണ്ട്, അതിന് മുകളിൽ 4 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് 18ൻ്റെ സ്ക്വയറാണ്. 18ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 324. ഇനി ബാലൻസ് ഉള്ളത് 4ആണ്. അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1296 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് 19 അല്ലെങ്കിൽ എന്നൊരു ചോദ്യമാണ്. ഒരു വൃത്തസ്തൂപികയുടെ പാദാരം 6 സെൻറ്റിമീറ്ററും ചെരിവുയരം 10 സെൻറ്റിമീറ്ററുമാണ്. ക്വസ്റ്റ്യൻ എ, സ്തൂപികയുടെ ഉയരം കാണുക. ക്വസ്റ്റ്യൻ ബി, സ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കുക. അപ്പോൾ ചോദ്യത്തിൽ ആരം അതായത് ആർ സമം 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ചെരിവ് ഉയരം അതായത് എൽ സമം 10 സെൻറ്റിമീറ്റർ. ഇവിടെയും നമുക്ക് ഉയരം കണ്ടുപിടിക്കാനാണുള്ളത്. അപ്പോൾ ഉയരം അതായത് എച്ച് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു മട്ട ത്രികോണം രൂപപ്പെടുത്തി കൊടുത്താൽ നമുക്ക് ലഭിക്കുന്നത് എച്ച് എന്നുള്ളത് ലംബവും ആർ എന്നുള്ളത് പാദവും എൽ എന്നുള്ളത് കർണവുമാണ്. അപ്പോൾ ലംബം കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറയുന്നത് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ, അതായത് റൂട്ട് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ സമം നമുക്ക് 100 മൈനസ് 36 എന്ന് കിട്ടും. 100ൽ നിന്ന് 36 കുറച്ച് 64, 64ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 8. അപ്പോൾ ഇവിടെ ഉയരം നമുക്ക് 8 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ 1/3 πr സ്ക്വയർ എച്ച് എന്നുള്ളതാണ് സമവാക്യം. ഇതിൻ്റെ സ്ഥാനത്ത് ഈ വിലകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/3 ഗുണിക്കണം പൈ ഗുണിക്കണം ആർ സ്ക്വയർ ഗുണിക്കണം 8 എന്ന് കിട്ടും. അപ്പോൾ 6ൻ്റെ സ്ക്വയർ എന്നുള്ളത് 36ആണ്. ഈ 36ൽ 3 12 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് ഉള്ളത് 12 ഗുണിക്കണം 8 ഗുണിക്കണം പൈ. 12 8 എന്ന് പറയുന്നത് 96ആണ്. അപ്പോൾ 96 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി നമുക്ക് 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 20ാമത്തെ ചോദ്യം, ഒരു പ്രദേശത്തെ കുറേ വീടുകളിലെ വൈദ്യുതി ഉപഭോഗമാണ് ചുവടെ പട്ടികയിൽ തന്നിരിക്കുന്നത്. മധ്യമ ഉപഭോഗം എത്ര ആയിരിക്കും? അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ 2 കോളങ്ങളാണ് ഉണ്ടാവുക. ഒന്നാമത്തെ കോളത്തിൽ വൈദ്യുതി ഉപഭോഗം 80 90 90 100 100 110 110 120 120 130. ഇനി വീടുകളുടെ എണ്ണം എന്ന് പറയുന്ന രണ്ടാമത്തെ കോളം, അതിൽ 4 8 5 6 8. ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ നമ്മൾ 2 കോളം എക്സ്ട്രാ വരയ്ക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ ഉപഭോഗം എണ്ണം എന്ന് തന്നെയാണ് ചേർക്കേണ്ടത്. ഇനി ഉപഭോഗം എന്ന കോളത്തിൽ നാം ചെയ്യേണ്ടത് വൈദ്യുതി ഉപഭോഗം എന്ന ഒന്നാമത്തെ കോളത്തിലെ രണ്ടാമത്തെ സംഖ്യ ഉപയോഗപ്പെടുത്തി 90ന് താഴെ 100ന് താഴെ 110ന് താഴെ 120ന് താഴെ 130ന് താഴെ എന്നിങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്. ഇനി എണ്ണം എന്ന 4ാമത്തെ കോളം ക്രമീകരിക്കേണ്ടത് രണ്ടാമത്തെ കോളത്തിലെ സംഖ്യകൾ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ കൂട്ടി എഴുതുന്നു. ആദ്യത്തെ 4 എന്നുള്ളത് 4 എന്ന് എഴുതുന്നു. പിന്നെ 4ഉം തൊട്ട് താഴെയുള്ള 8ഉം കൂട്ടി 12 എന്ന് എഴുതുന്നു. 12ഉം 5ഉം കൂട്ടി 17 എന്ന് എഴുതുന്നു. 17ഉം 6ഉം കൂട്ടി 23 എന്നും 23ഉം 8ഉം കൂട്ടി 31 എന്നും എഴുതുന്നു. അപ്പോൾ ആകെ സംഖ്യകൾ അതായത് ആകെ വീടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 31ആണ്. ഇനി നമുക്ക് മധ്യമ ഉപഭോഗം കണ്ടുപിടിക്കാം. മധ്യമ ഉപഭോഗം കണ്ടുപിടിക്കാൻ ഈ 31ൻ്റെ മധ്യമ സംഖ്യ കിട്ടണം. അതായത് 31ലേക്ക് 1 കൂട്ടി അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് 16ാമത്തെ സംഖ്യ, അതാണ് മധ്യമ ഉപഭോഗ സംഖ്യ. അപ്പോൾ ഇവിടെ 16ാമത്തെ സംഖ്യ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നോക്കൂ, എണ്ണം എന്നുള്ള അവസാന കോളത്തിൽ 12ൻ്റെയും 17ൻ്റെയും ഇടയിലാണ് 16ാമത്തെ സംഖ്യ വരുന്നത്. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് 5ആണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നിലുള്ള കോളത്തിലെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10ഉമാണ്. അപ്പോൾ 10നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 2 എന്ന് കിട്ടുന്നു. ഈ 2 ഉപയോഗപ്പെടുത്തി നമ്മളൊരു പ്രത്യേക രീതിയിൽ ഒരു പട്ടിക തയ്യാർ ചെയ്യുന്നു. ആ പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ നോക്കാം 2 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 100 മുതൽ 102 വരെ നോക്കാം. 12 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 13ാമത്താണ്. ഇനി നോക്കൂ, 102 മുതൽ 104 വരെ 14, 104 മുതൽ 106 വരെ 15, 106 മുതൽ 108 വരെ 16, 108 മുതൽ 110 വരെ 17. ഇങ്ങനെ നമുക്കൊരു പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്താൻ കഴിയും. ഇതനുസരിച്ച് 16ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 106ൻ്റെയും 108ൻ്റെയും ഇടയിലാണ്. കൃത്യമായി പറഞ്ഞാൽ 106ൻ്റെയും 108ൻ്റെയും ഇടയിലുള്ള, അതായത് മധ്യത്തിലുള്ള സംഖ്യ എന്ന് പറയുന്നത് 107. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായി കിട്ടിയിരിക്കുന്നു 16ാമത്തെ സംഖ്യ എന്നുള്ളത് 107. അതായത് മധ്യമ ഉപഭോഗം 107 എന്ന് ലഭിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ
20 വരെയുള്ള ചോദ്യങ്ങളാണ്. അതായത് പരീക്ഷയ്ക്ക് നമുക്ക് 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 20 ചോദ്യങ്ങളും നാം ചെയ്തു കഴിഞ്ഞു. 2 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യമായി പഠിക്കുക, നോട്ടിൽ എഴുതി തന്നെ പഠിക്കുക. അപ്പോഴാണ് നമുക്ക് പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ എഴുതാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും താങ്ക് യു.